ഹലോ, എല്ലാവർക്കും പ്രപ്സ്കെയിലേക്ക് സ്വാഗതം. ആസ് യു നോ, ഐ ആം ഡോക്ടർ വി ബാലകൃഷ്ണൻ. എനിക്ക് ഇന്ന് നിങ്ങളോട് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, കേട്ടറ്റും സുപ്രീം കോടതി വിധിയും അധ്യാപകരുടെ ആശങ്കകൾ. ഈ ഒരു വിഷയം ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. അതായത് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളും അർദ്ധസത്യങ്ങളും പലപ്പോഴൊക്കെ അസത്യങ്ങളും പിന്നെ ഒരു യോജിപ്പില്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള ആശയ പ്രകടനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു വശത്ത് അധ്യാപകരുടെ ആശങ്കകൾ, ഈ പ്രായമായ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇത്തരമൊരു പരീക്ഷ എഴുതി പാസ്സാവുക, നമ്മൾ പണ്ട് പരീക്ഷ എഴുതി പാസ്സായി വന്നവരല്ലേ, അതേപോലെ തന്നെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തില്ലേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നൂടെ എന്നുള്ള ഒരഭിപ്രായം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഒരു വശത്ത്. രണ്ടാമത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രത്യേകിച്ചുള്ള ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ അവരുടെ സ്വകാര്യ ലാഭത്തിനും നേട്ടത്തിനും ഒക്കെ ആയിട്ട് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ പടർത്തിവിടുന്നുണ്ട്. ഇതൊന്ന് ശരിയായ രീതിയല്ല. അതുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി തരിക, വളരെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം കേട്ടറ്റും സുപ്രീം കോടതി വിധിയും അധ്യാപകരുടെ ആശങ്കകളും. ഓക്കെ, ഞാൻ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, നിലവിൽ സർവീസിൽ ഇരിക്കുന്ന, അതായത് ഇപ്പൊ സർവീസിലുള്ള, പുതുതായി സർവീസിൽ ചേരാൻ പരീക്ഷ എഴുതി കാത്തു നിൽക്കുന്ന ആളെന്നല്ല ഉദ്ദേശിച്ചത്. നിലവിൽ സർവീസിൽ ഇരിക്കുന്ന സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, അതായത് കേരളത്തിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ സ്കൂളുകളുണ്ട്, എയ്ഡഡ് തലത്തിൽ സ്കൂളുകളുണ്ട്, അൺഎയ്ഡഡ് തലത്തിൽ സ്കൂളുകളുണ്ട്. സർക്കാർ തലത്തിലും എയ്ഡഡ് തലത്തിലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അൺഎയ്ഡഡ് തലത്തിൽ ശമ്പളം കൊടുക്കുന്നതും നിയമിക്കുന്നതും ഒക്കെ മാനേജ്മെന്റ് ആണ്. ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിലവിൽ സർവീസിൽ ഇരിക്കുന്ന സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് അധ്യാപകർക്കും കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2025 സെപ്റ്റംബർ 1 വിധി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ മുഖവരിയായിട്ട് ഞാൻ പറയാവുന്നത്, എവറിബഡി നോസ് അബൌട്ട് the verdict passed by the Supreme Court of India on September 1st, 2025 regarding cadet mandatory for in-service teachers. അല്ലെ, പുതുതായി ടീച്ചർമാരാകാൻ പോകുന്നവർക്ക് ഈ യോഗ്യത വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2025 സെപ്റ്റംബർ 1 വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്കും ഈ യോഗ്യത വേണം എന്നാണ്. ഇനി ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് ആർട്ടിക്കിൾ 31A, അതായത് സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇത് ബാധകമാണ് എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31A, അതായത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കീഴിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾക്കറിയാം. ആർട്ടിക്കിൾ 40 ടു ആർട്ടിക്കിൾ 32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 31 പണ്ടത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടി അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്
ആ വകുപ്പിൽ വന്ന പുതിയ ഒന്നാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രത്യേക അവകാശമാണ് ആർട്ടിക്കിൾ 31A പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് കേട്ടറ്റ് ബാധകമാണെങ്കിലും എന്നാൽ ആർട്ടിക്കിൾ 31A പ്രകാരം റിലീജിയസ് മൈനോറിറ്റീസ് നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിലെ നിലവിലെ അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇല്ല. സുപ്രീം കോടതി 2025 സെപ്റ്റംബർ 1 ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം സുപ്രീം കോടതി പിന്നീട് തീരുമാനിക്കും. ഏതാ പിന്നീട് തീരുമാനിക്കുക? ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് കേട്ടറ്റ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. നിലവിൽ സർവീസിൽ ഇരിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് അധ്യാപകർക്ക് കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ 2025 സെപ്റ്റംബർ 1 വിധി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഓക്കെ, ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തത്? ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം വളരെ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇക്കിളിപ്പെടുത്തുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം വസ്തുതകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എന്തിനാ സ്റ്റാർ മാർക്ക് കൊടുത്തത്? ബിക്കോസ് ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള ചില ഓൺലൈൻ വീഡിയോസ് കാണുകയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്നത്, ഒരു വീഡിയോയിൽ ഞാൻ കേട്ട കാര്യമാണ്, അതായത് സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വന്നു. അതായത് നിലവിലെ കേട്ടറ്റിലെ അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വന്നു. ഈ സെപ്റ്റംബർ 25 ഉത്തരവ് വന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനെതിരെ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ പശ്ചിമ ബംഗാള്, പിന്നെ ഒരുപാട് അധ്യാപക സംഘടനകൾ, ഇവരൊക്കെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ബാധകമാക്കരുത് എന്ന്. സുപ്രീം കോടതി പറഞ്ഞത് 2009 ഓഗസ്റ്റ് 4 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്നത്, അല്ലെ? 2009 ഓഗസ്റ്റ് 4. അത് കഴിഞ്ഞ് 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ ഈ കാലയളവിന് മുമ്പ് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് കൂടി ഇത് ബാധകമാക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ സെപ്റ്റംബർ 1 ഉത്തരവ്. 2025 സെപ്റ്റംബർ 1 ഉത്തരവ്. ഈ ഉത്തരവിനെതിരെയാണ് പല സംസ്ഥാന ഗവൺമെന്റുകളും പിന്നെ അതുപോലെ തന്നെ അധ്യാപക സംഘടനകളും ഒക്കെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ അഥവാ പുനഃപരിശോധന ഹർജി നൽകിയത്. മനസ്സിലായല്ലോ? അപ്പോ ഈ പുനഃപരിശോധന ഹർജികളൊക്കെ സുപ്രീം കോടതി കുറെ കൂടി ഉയർന്ന ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ദ റിവ്യൂ പെറ്റീഷൻസ് ഫയൽഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് as well as the teachers organization and everything is now under the consideration of the larger bench, and the verdict of the larger bench has not come yet. ഇന്നേ വരെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നവംബർ 21, 2025 ഈ നവംബർ 21, 2025 വരെ സുപ്രീം കോടതിയുടെ ലാർജർ ബെഞ്ച് ഈ റിവ്യൂ പെറ്റീഷൻസ് ഒന്നും പരിഗണിച്ചിട്ടില്ല. അത് അവരുടെ പരിഗണനയിലാണ്, അവരുടെ മുന്നിലാണ്. പക്ഷെ വിധിയൊന്നും വന്നിട്ടില്ല. വിധി വരുന്നതിന് മുമ്പ് കേന്ദ്ര നിലപാട് എന്താണെന്ന് അറിയണം. അതേപോലെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE നിലപാട് എന്താണെന്ന് അറിയണം.
അധ്യാപക സംഘടനകളുടെ വാദം കേൾക്കണം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പരാതികളോ വാദങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കണം. ഇതൊക്കെ കേട്ടിട്ട് മാത്രമേ ഭരണഘടനാപരമായ ഇത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കാനാവൂ. പക്ഷേ പല യൂട്യൂബ് ചാനലുകളും എവിടുന്നൊക്കെയോ കിട്ടിയ പാതി വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ പറയാണ്, ഞാൻ വീഡിയോയുടെ പേര് ഞാൻ പറയുന്നില്ല. സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നു, അധ്യാപക സ്ഥാനക്കയറ്റം മുടങ്ങും, അല്ലെങ്കിൽ സർവീസിലുള്ളവർക്ക് കേട്ടിട്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 17/11/2025, അതായത് 2 ദിവസം മുമ്പ് ഒരു ഹർജി സുപ്രീം കോടതിയുടെ മുമ്പാകെ വരികയുണ്ടായി. അതായത് ഉത്തർപ്രദേശിലെ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ വരികയുണ്ടായി. ഈ വിധി സുപ്രീം കോടതി തള്ളിക്കൊണ്ട് 17/11/2025, അതായത് 3-4 ദിവസം മുമ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് 2025 സെപ്റ്റംബർ 1 വിധി അതേപോലെ തന്നെ നിലനിൽക്കും. ഒപ്പം ഈ കാര്യം കോടതിയുടെ മുമ്പാകെ നിങ്ങൾ സമർപ്പിക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ട്. So, primarily because of the delay in submission of review petition, that is the only reason, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവുണ്ടാക്കിയത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ അന്തിമ വിധി വന്നു എന്നല്ല. അപ്പോ ഈ ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ വരാൻ കാലതാമസം വന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടിയാണ് 17-ാം തീയതി, നവംബർ 17-ാം തീയതി ഉത്തർപ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. അതായത് സുപ്രീം കോടതി കേസിന്റെ മെറിറ്റിലേക്കൊന്നും പോയിട്ടില്ല. കേസിന്റെ 2 കാര്യമുണ്ട് കേസിന്. ഒന്ന് ക്വസ്റ്റ്യൻ ഓഫ് ലോ, മറ്റൊന്ന് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോ വെച്ച് തന്നെ, ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ടിലേക്ക് പോകാതെ തന്നെ ക്വസ്റ്റ്യൻ ഓഫ് ലോ വെച്ച് തന്നെ സുപ്രീം കോടതി ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ അതിൽ നിങ്ങൾ ക്യാരിഡ് അവേ ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി എന്താണ് ഇത്തരം ഒരു വിധി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത് നോക്കാം. അതായത് നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കൂടി കേട്ടറ്റ് ബാധകമായിരിക്കണം എന്ന് സുപ്രീം കോടതി പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് നോക്കാം. അതിലേക്കാണ് നമ്മൾ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ട് പോകുന്നത്. 2009 ഓഗസ്റ്റ് 4-നാണ് RTE ആക്ട് പാസ്സാക്കുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 2010 ഏപ്രിൽ 1-നാണ് RTE ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണത്. അതോടൊപ്പം തന്നെ അത് അവരുടെ അവകാശം കൂടിയാണ് എന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എനിക്ക് വിദ്യാഭ്യാസം വേണം എന്ന് സ്റ്റേറ്റിനോട് ആവശ്യപ്പെട്ടാൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. അതാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർട്ടിക്കിൾ 21 A കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് പുതിയ വിദ്യാഭ്യാസ നയം 2020 പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഇത് 6 മുതൽ 14 വയസ്സ് വരെയല്ല, 4 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ബാധകമാക്കണം
എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത്. അത് ഞാൻ ആനുഷംഗികമായി നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം. ഒപ്പം ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. ഇതാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. ഞാൻ വരുന്നത് ഏതിലേക്കാണ്? എന്തുകൊണ്ടാണ് കേട്ടറ്റ് മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നത്? അതിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ചതെന്താണ്? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യം. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെയാണെങ്കിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? What is the pre-requirement if the students are to be entitled for quality education? Then what is the pre-requirement things? The pre-requirement things is the quality of the teachers. അല്ലെ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കണമെങ്കിൽ ആദ്യം ഗുണമേന്മയുള്ള അധ്യാപകൻ ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു പ്രീ റിക്വയർമെന്റ്. അപ്പോ അതാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന കാര്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് ഗുണമേന്മയുള്ള അധ്യാപകരും കൂടിയേ തീരൂ. ഇതാണ് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പറയുന്ന കാര്യമല്ല. ഞാനും ഇതേ കാര്യമേ പറയൂ. ഇത് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഭരണഘടനയുടെ 142 അനുച്ഛേദം പ്രകാരം തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് കൂടി കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, മൻമോഹൻ ഈ 2 പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്? അത് നോക്കുക. അപ്പൊ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ലഭ്യമാക്കണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കണമെങ്കിൽ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ശരി. അപ്പോ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 142 എന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമ്പൂർണ്ണ നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നടപ്പിലില്ല, അത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ സ്വമേധയാ ഓർഡർ പുറപ്പെടുപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് 142 വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതിന് സർക്കാരിന്റെ പെർമിഷൻ ഒന്നും വേണ്ട. ഗവൺമെന്റിന്റെ അനുവാദം ഇല്ലാതെ തന്നെ സുപ്രീം കോടതിക്ക് അവരിൽ നിക്ഷിപ്തമായ അധികാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരം അവരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് നീതി നടപ്പിലാക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാവുന്നതാണ്. ഈ ഉത്തരവിന്റെ വെളിച്ചത്തിലാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും മൻമോഹൻ സിംഗും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് എന്ന് വെച്ചാൽ 2 ജഡ്ജിമാരുണ്ടാവും കേട്ടോ. ഓക്കെ, സിംഗിൾ ബെഞ്ചിൽ 1 ജഡ്ജ്, ഡിവിഷൻ ബെഞ്ചിൽ 2 ജഡ്ജ്. ഈ 2 ജഡ്ജ് ഉണ്ടെങ്കിലും ഉത്തരവ് എഴുതുന്നത് ഒരു 2 പേര് കൺസൾട്ട് ചെയ്യും, എന്നിട്ട് 1 ജഡ്ജാണ് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക. അപ്പൊ ഈ ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് ദീപാങ്കർ ദത്തയാണ്. ഇതൊക്കെ ഞാൻ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് 2025 സെപ്റ്റംബർ 1 ഈ ഉത്തരവ് വന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഇത് പ്രകാരം അടുത്ത 2 വർഷത്തിനുള്ളിൽ, അതായത് 2027 സെപ്റ്റംബർ 1 മുമ്പായി, 2025 സെപ്റ്റംബർ 1 ഉത്തരവ് വന്നത്. 2 വർഷത്തിനുള്ളിൽ എന്ന് വെച്ചാൽ 2027 സെപ്റ്റംബർ 1 മുമ്പായി നിലവിൽ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകർ അത് നേടിയിരിക്കണം. ഇതാണ് ക്രക്സ്.
ഇതാണ് ഇതിന്റെ പോയിന്റ്. അങ്ങനെ പറയുമ്പോൾ സുപ്രീം കോടതി അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് RTE ആക്ട് പാസാക്കുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്ക് കൂടി ആ യോഗ്യത നേടിയിരിക്കണം എന്നർത്ഥം. അതായത് 2009 RTE ആക്ട് വന്നു, 2010 നിലവിൽ വന്നു. അപ്പൊ ഇതിന് മുമ്പ് ജോയിൻ ചെയ്ത ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ട് നമ്മൾ നടത്താൻ തുടങ്ങിയത് 2012 കേരളത്തിൽ ആദ്യമായിട്ട് കേട്ടിട്ട് പരീക്ഷ നടക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് ഈ 2009 RTE ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ജോയിൻ ചെയ്ത ഒരാള്, സപ്പോസ് 1995 ജോലിയിൽ പ്രവേശിച്ച ഒരാൾ എന്ന് കരുതുക, അല്ലെങ്കിൽ 1990 ജോലിയിൽ പ്രവേശിച്ച ആള്, ഇവർക്കൊന്നും, അല്ലെങ്കിൽ 2000 ജോലിയിൽ പ്രവേശിച്ച ആള്, ഇവർക്കൊന്നും എന്തുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് 2009 RTE ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച ആൾക്കും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തി വരുന്ന CTET പരീക്ഷയോ അല്ലെങ്കിൽ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തി വരുന്ന ടെറ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതോ പാസ്സായിരിക്കണം. അത് 2 വർഷത്തിനുള്ളിൽ പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 2027 സെപ്റ്റംബർ 1 മുമ്പായി പാസ്സായി ഇരിക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം, അതായത് ഇന്ന് നവംബർ 21, 2025, ഈ സമയം വരെ ഇതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇതിന് വിപരീതമായി നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങളുടെ വ്യൂ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളെ അവരുടെ വീഡിയോയിലേക്ക് ആകർഷിക്കാനായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, ശരി. ഇനി അടുത്തതിലേക്ക് പോവാം. റിട്ടയർ, ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുമ്പോൾ കുറച്ചൊരു മാനുഷിക പരിഗണന കൂടി സുപ്രീം കോടതി എന്താക്കി മനസ്സിൽ കണ്ടു. അതായത് റിട്ടയർ ചെയ്യാൻ 5 വർഷത്തിൽ താഴെയുള്ള അധ്യാപകർക്ക് തൽക്കാലം കേട്ടറ്റ് അല്ലെങ്കിൽ ടെറ്റ് അല്ലെങ്കിൽ സെറ്റ്, ഇതൊക്കെയാണ് CET ആണ് ഞാൻ പറയുന്നത്, CET ആണ് കേട്ടോ, CTET, ഒന്നുകിൽ CTET അല്ലെങ്കിൽ കേട്ടറ്റ്. അതായത് 5 വർഷത്തിൽ താഴെ മാത്രം സർവീസ് മാത്രമേ നിങ്ങൾക്ക് വിരമിക്കാൻ ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റോ CTETോ പാസ്സാവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രമോഷന് അർഹതയുണ്ടാവില്ല. അപ്പൊ പ്രമോഷൻ ഒന്നും ഉദ്ദേശിക്കാതെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ തൽക്കാലം റിട്ടയർമെന്റ് വരെ അങ്ങ് കഴിഞ്ഞുകൂടാം എന്ന് കരുതുന്ന അധ്യാപകർക്ക് ഈ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ സർഗശേഷിയായ, ജിജ്ഞാസുവായ ഒരു അധ്യാപകന്, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു അധ്യാപകന്, ഓക്കെ, അങ്ങനെയുള്ള അധ്യാപകർ ഈ പരീക്ഷ എഴുതി അവരുടെ ഗുണമേന്മ കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. അപ്പോ റിട്ടയർ ചെയ്യാൻ 5 വർഷത്തിൽ താഴെയുള്ള അധ്യാപകർക്ക് സർവീസിൽ തുടരാമെങ്കിലും പ്രമോഷൻ ഉണ്ടാവില്ല. മനസ്സിലായി? ഇനി നിങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ളവർക്ക് കേട്ടറ്റ് നേടാത്ത പക്ഷം ഒന്നുകിൽ നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധിത പിരിച്ചുവിടലിന് നിങ്ങൾ ബാധ്യസ്ഥരാവും. So either you have to voluntarily retire from the service, or you will be compulsory thrown out of service with all your terminal benefits as applicable to that date. അതായത് സെപ്റ്റംബർ 1, 2027
നിങ്ങൾക്ക് കേട്ടറ്റ് ലഭ്യമായിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ മാത്രം പോരാ, കേട്ടറ്റ് യോഗ്യത കയ്യിൽ കിട്ടിയിരിക്കണം. ഇപ്പൊ 2027 ഓഗസ്റ്റിൽ പരീക്ഷ നടത്തി സെപ്റ്റംബർ 1 റിസൾട്ട് വന്നില്ലെങ്കിലോ പരീക്ഷ എഴുതി എന്നുള്ളതിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് യോഗ്യത കയ്യിൽ കടലാസായിട്ട് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്വയം പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധിത പിരിച്ചുവിടലിന് നിങ്ങൾ വിധേയരാവും. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് കിട്ടാവുന്ന ആ ഡേറ്റ് വെച്ച് കിട്ടാവുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് സുപ്രീം കോടതി അതിൽ കണ്ട ആകെയുള്ള ഒരു മാനുഷിക വശം. ബാക്കി എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെയും വളർന്നു വരുന്ന കുട്ടികളുടെയും ഗുണമേന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ചത്. ആ വിധിയിൽ പലർക്കും ആശങ്കയുണ്ട്, പല നൂലാമാലകളുണ്ട്, പല എതിരഭിപ്രായങ്ങളും ഉണ്ട്. എങ്കിലും അത് ഇന്ത്യയിലെ പരമോന്നത കോടതി പ്രഖ്യാപിച്ച ഒരു നിയമമാണ്, ഒരു വിധിയാണ്. അത് അനുസരിക്കാൻ നമ്മളെല്ലാവരും മധ്യസ്ഥരാണ്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് പോവാം. വിധിയിലെ ന്യായാന്യായങ്ങളും നൂലാമാലകളും അതിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. നോക്കാം. ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിപ്പിക്കുമ്പോൾ, ഉത്തരവ് എന്ന് വെച്ചാൽ ഒരു വിധി കോടതി പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിന് കാരണമായ ഒരു നിയമം, അല്ലെ? കോടതി എപ്പോഴും സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിക്കുന്നത്. കോടതിക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരമില്ല. നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലെജിസ്ലേച്ചറിനാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിനാണ്. നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? കോടതികൾക്കുള്ളൂ. ഈ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നീതി നടപ്പിലാവുന്നില്ല എന്ന് തോന്നൽ കോടതിക്കുണ്ടാവുകയാണെങ്കിൽ കോടതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വേറെ പുറപ്പെടുവിപ്പിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ 142ന്റെ ഇത്. അപ്പൊ നമ്മൾ കണ്ടു 142 പ്രകാരം കോടതി ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു കോടതിക്ക് നിയമം നിർമ്മിക്കാനുള്ള അവകാശമില്ല എന്ന്. അത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നു. നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഗവൺമെന്റുകൾക്കാണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾക്കാണ്. ഓക്കെ. ഇനി നിയമനിർമ്മാണ സഭ നിയമിക്കുന്ന ഇത്തരം നിയമങ്ങൾ ഭരണഘടനയോട് യോജിച്ചു പോകുന്നുണ്ട്, പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് എന്നും എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ലഭ്യമാക്കി കൊടുക്കുന്ന വിധത്തിലാണ് എന്നും തോന്നുന്ന പക്ഷം കോടതിയെ ഇടപെടില്ല. എന്നാൽ എവിടെയെങ്കിലും നീതി ലഭ്യമാവുന്നില്ല, സമ്പൂർണ്ണ നീതി ലഭ്യമാവുന്നില്ല എന്ന് കോടതിക്ക് തോന്നിയാൽ കോടതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 142 ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാവുന്നതാണ്. ആ ഉത്തരവാണ് 2025 സെപ്റ്റംബർ 1 കോടതി പുറപ്പെടുവിപ്പിച്ചത്. ഇത്രയും ഓർക്കുക. ഇനി ഇതിലേക്ക് നൂലാമാലകളിലേക്ക് വരാം. അപ്പോ നോർമലി ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിന് കാരണമായ നിയമം പാസാക്കിയത് മുതലുള്ള കാലയളവാണ് സാധാരണയായി പരിഗണിക്കാറ്. എന്നാൽ ഇക്കാര്യത്തിൽ RTE ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് സർവീസിൽ ചേർന്ന അധ്യാപകർക്കും ഈ യോഗ്യത കൂടിയേ തീരൂ എന്നതാണ് ഇപ്പോൾ പലരെയും കുരുക്കിലാക്കിയിരിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള സർവീസിലിരിക്കുന്ന എന്റെ അത്രത്തോളം പ്രായം വരുന്ന, അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ, ഞാൻ റിട്ടയർ ചെയ്ത ഒരാളാണ് കേട്ടോ സർവീസിൽ നിന്ന്. അപ്പോ ഒരു 40, 45, 50, 55, 56-ാമത്തെ വയസ്സിലാണ് സർക്കാർ ടീച്ചർമാർ റിട്ടയർ ആവുന്നത്. ഓക്കെ. അപ്പൊ 50, 45, 50 ഒക്കെ വയസ്സുള്ള ഇപ്പൊ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. അവർക്ക് 5 കൊല്ലോ 6 കൊല്ലോ 7 കൊല്ലോ 8 കൊല്ലോ 10 കൊല്ലോ നേരത്തെ തന്നെ റിട്ടയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ ഒരു സ്റ്റാർ മാർക്കറ്റ് ഇരിക്കുന്നുണ്ട്. ആ സ്റ്റാർ മാർക്കറ്റിന്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് RTE
2009, NEP 2020 നോളജ് എക്കോണമി എന്നാണ്. അതായത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധിയിലേക്ക്, ഇത്തരമൊരു വിധിയിലേക്ക് വരാൻ കാരണം? അത് ഒന്ന്, 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതിൽ പറയുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. രണ്ടാമത് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്ന വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. പുതിയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നമുക്കറിയാം, നമ്മൾ കൃഷിയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുണ്ട്, വ്യവസായത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ, അങ്ങനെ സേവന മേഖലയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. ഈ സമ്പദ് വ്യവസ്ഥകളുടെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയിലേക്കാണ്. So, if you want to create a society that is knowledge based, then what you will have to do? You will have to create knowledge abundantly available in the society. And who can provide, who can foster this knowledge into the society? And that are teachers. അല്ലേ? രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ് എന്നാണ്. ഇത് 1986 പറഞ്ഞതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ, അല്ലേ? ശരി. അപ്പൊ ഞാനിവിടെ പറയുന്നത്, ഇത്തരമൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോടതി പരിഗണിച്ച രണ്ട് കാര്യം. ഒന്ന്, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും, മറ്റൊന്ന് 2020 ദേശീയ വിദ്യാഭ്യാസ നയവും. അതിൽ പറയുന്ന നോളജ് ബേസ്ഡ് എക്കോണമി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ ടുവാർഡ്സ് നോളജ് എക്കോണമി എന്നാണ്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യക്ക് കുതിച്ച് ചാടണമെങ്കിൽ ഇപ്പം നിലവിലുള്ള വിദ്യാഭ്യാസം പോരാ, ഇതിനേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ആവശ്യമാണ്. മാത്രവുമല്ല, വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കുന്ന ചെലവ് നമ്മുടെ GDP-യുടെ ഇപ്പം നീക്കിവെക്കുന്നതിന്റെ ഇരട്ടിയെങ്കിലും തുക നീക്കിവെക്കണം എന്നും 2020 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അധ്യാപകരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ട് സുപ്രീം കോടതിക്ക് തോന്നിയത്. ഓക്കെ, ഇനി എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പിന്നീട് പറയാം, ഇതിന്റെ കൂടെ തന്നെ പറയാം. ഈ വിഷയത്തിൽ, അതായത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ ഈ വിഷയത്തിൽ പല സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധ്യാപക സംഘടനകൾക്കും പല പ്രശ്നങ്ങളുണ്ടായി. ഞാൻ മിനിഞ്ഞാന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വായിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ ഈ വിധി വന്നതിന് ശേഷം 3 കോടി ടീച്ചേഴ്സും മറ്റ് സ്റ്റുഡന്റ് ഇവരും ഈ ടെറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. 3 crore. ഒന്ന് ആലോചിച്ച് നോക്കുക. അതവിടെ നിൽക്കട്ടെ. അപ്പോ പല സംസ്ഥാനങ്ങൾക്കും വേണ്ടത്ര അധ്യാപകരെ കിട്ടാതായിട്ട് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ കിട്ടാതായിട്ട് വരും. ഞാൻ പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം. അപ്പോ 2009 നിയമം വന്നതെങ്കിലും, RTE ആക്ട് നിയമം വന്നത്. അപ്പോ കോടതി പറയുന്നത് 2009 മുമ്പ് ജോയിൻ ചെയ്ത ആൾക്ക് ഈ നിയമം വേണം, ഈ കേട്ടിട്ട് പാസ്സായിരിക്കണം എന്നാണ്. എന്നാൽ ഫലത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നോക്കിയാൽ. കാരണം 2012 കേരളത്തിൽ കേട്ടറ്റ് പരീക്ഷ ആദ്യമായിട്ട് നടത്തപ്പെടുന്നത്.
എപ്പോഴും 2012. അതായത് 2009 കഴിഞ്ഞു, 2010 കഴിഞ്ഞു, 2011 കഴിഞ്ഞു, 2012 ആദ്യമായി കേരളത്തിൽ കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ 2009 മുമ്പ് ജോയിൻ ചെയ്തവർ എന്ന് മാത്രമല്ല, 2012 മുമ്പ് ജോയിൻ ചെയ്തവർക്കും കേട്ടറ്റ് പരീക്ഷ പാസ്സാവേണ്ടത് അനിവാര്യമായിട്ട് മാറും. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇന്റേണൽസിലേക്ക്, അതിൻ്റെ വെർട്ടിക്കൽസ് ആൻഡ് ഇന്റേണൽസ്, അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. 2009 സുപ്രീം കോടതി പറഞ്ഞ 2009 എന്നാണ്. എന്നാൽ 2009 അല്ല, 2012 മുമ്പ് 2012 ജോയിൻ ചെയ്തവർക്ക് കേട്ടിട്ടുണ്ടോ? 2011 ജോയിൻ ചെയ്തവർക്ക് കേട്ടിട്ടുണ്ടോ? 2010 ജോയിൻ ചെയ്തവർക്കുണ്ടോ? 2009 ജോയിൻ ചെയ്തവർക്കുണ്ടോ? അതിനു മുമ്പ് ജോയിൻ ചെയ്തവർക്കുണ്ടോ? ആർക്കുമില്ല. അപ്പോ ഇവരാണ് നമ്മളെ നിലവിലെ അധ്യാപകരെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇന്ത്യയില് ഇവിടെ പറയുന്നത് ഈ വിഷയത്തിൽ പല സംസ്ഥാനങ്ങളും അധ്യാപക സംഘടനകളും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ടെങ്കിലും, അപ്പൊ ഇപ്പോഴും റിവ്യൂ പെറ്റീഷൻ ആസ് ഇറ്റ് ഈസ് സുപ്രീം കോടതിയുടെ മുന്നിലാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല. അന്തിമ വിധി വരണമെങ്കിൽ ഇത് സുപ്രീം കോടതിയുടെ കുറെ കൂടി വിശാലമായ ബെഞ്ചിന്റെ മുന്നിലാണുള്ളത്. ആ ബെഞ്ചിലെ ജഡ്ജിമാർ ഒരുമിച്ച് ചേരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി പറ്റൂ. മാത്രവുമല്ല, കേസിന് എന്ത് ചെയ്യണം? കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുകയും വേണം, ഹർജിക്കാരുടെ അഭിപ്രായം തേടുകയും വേണം, വാദം നടക്കണം. ഇത് കഴിഞ്ഞിട്ടൊക്കെ മാത്രമേ വിധി കോടതിയിൽ നിന്നുണ്ടാവൂ. ഈ അടുത്ത കാലത്ത് പല അധ്യാപക സംഘടനകളും പല സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റിനോട് നിയമം മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, ഒരാഴ്ച മുമ്പ് പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മറികടക്കാനുള്ള ഒരു നിയമനിർമ്മാണത്തിനും കേന്ദ്രം തയ്യാറല്ല. പിന്നെ കുറെ അധ്യാപക സംഘടനകൾ പോയിട്ട് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ NCTE അവരെ പോയി കണ്ടു. NCTE വക്താവും പറഞ്ഞത് എന്തില്ല, ഞങ്ങൾ ഇതിന് അനുകൂലമല്ല, അതായത് ഇളവ് അനുവദിക്കുന്ന പ്രക്രിയക്ക് ഞങ്ങൾ അനുകൂലമല്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, വി ആർ നോട്ട് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് ലീഗൽ ലെജിസ്ലേഷൻ ഓൺ ദി സബ്ജക്ട്, ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ ബി എ പാർട്ട്ണർ ഇൻ യുവർ കേസ് വെൻ ഇറ്റ് ഈസ് ബീയിങ് കൺസിഡേർഡ് ഇൻ ദ കോർട്ട്. അപ്പൊ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ കേന്ദ്രം കൂടി അതിൽ കക്ഷി ചേരാം എന്നുള്ള ഒരു വാക്കാലുള്ള അഷുറൻസ് മാത്രമേ ഇപ്പോ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധ്യാപക സംഘടനകൾക്കും നൽകിയിട്ടുള്ളൂ. ഇതിനപ്പുറം ഈ വിഷയത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ബാക്കി എന്തൊക്കെ നിങ്ങൾ കേൾക്കുന്നുവോ അതൊക്കെ അയഥാർത്ഥമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഈ നിയമം ഇതേപോലെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അറൌണ്ട് 20 lakh വർക്കിംഗ് ടീച്ചേഴ്സ് വിൽ ബി അഫക്റ്റഡ്. 20 ലക്ഷത്തോളം അധ്യാപകര് ഒന്നുകിൽ പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ പ്രമോഷൻ ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി കേരളത്തില് 2024-25 കണക്ക് പ്രകാരം 65,000 ഇത്തരം അധ്യാപകരുണ്ട്. അതായത് 2012 മുമ്പ് ജോയിൻ ചെയ്തവരും എന്നാൽ ഇപ്പോഴും സർവീസ് ചെയ്യുന്നതുമായ 5 വർഷത്തിൽ താഴെയും 5 വർഷത്തിൽ മേലെയും സർവീസുള്ള 65,000-ഓളം അധ്യാപകർ കേരളത്തിൽ ഉണ്ട് എന്നാണ് ഏകദേശം ലഭ്യമായ കണക്ക്. ഇതിൽ 1000-2000 അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറഞ്ഞോ കൂടിയോ എന്ന് വരാം. പക്ഷെ 65,000 ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇത് മാതൃഭൂമിയിൽ വന്നൊരു കണക്കാണ് ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് 3-4 ദിവസം മുമ്പ് വന്ന മാതൃഭൂമിയിലെ ഒരു കണക്കാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം കണക്ക് അല്ല. ഓക്കെ.
ഇനി എന്നാൽ മാനുഷിക പരിഗണന വെച്ച് ഇവരെ കേട്ടറ്റ് യോഗ്യതയിൽ നിന്നും ഒഴിവാക്കിയാൽ ഇത് വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, 20 ലക്ഷത്തോളം കേരളത്തിലെ ഇന്ത്യയിലെ അധ്യാപകരെ ബാധിക്കും. അതിൽ തന്നെ 65,000-ഓളം കേരളത്തിലെ അധ്യാപകരെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഓഫ് കോഴ്സ്, ശരി തന്നെ. അപ്പൊ ഈ 65,000-ഓളം അധ്യാപകരെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം കേരളത്തില് ഒറ്റ കാര്യം, നിങ്ങൾ യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ഇന്റലിജൻസ്. കേരളത്തിൽ 10 ലക്ഷം കുട്ടികള് ഒരു കൊല്ലം SSLC പരീക്ഷ എഴുതുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ 9ാം ക്ലാസ്സിലും ഉണ്ടാവുമല്ലോ ഏകദേശം അത്രയും കുട്ടികള്. അപ്പൊ ഏകദേശം 1 കോടി കുട്ടികള് കേരളത്തില് പഠിക്കുന്നുണ്ട് ഒരു വിദ്യാഭ്യാസ വർഷം. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് നോർമലി? അതായത് ഈ 65,000 അധ്യാപകരുടെ മാനുഷിക പരിഗണനക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അല്ല, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ള അവരുടെ അവകാശത്തെയാണോ? ഏതിനെയാണ്? ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്, നമ്പർ 1. നമ്പർ 2, ഇങ്ങനെ ഞാൻ പറയുമ്പോഴും ഈ അധ്യാപകർക്കൊന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനുള്ള കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ ഇതുവരെ പഠിപ്പിച്ച 10, 20, 25 വർഷം പഠിപ്പിച്ച അനുഭവ സമ്പത്ത് കൊണ്ട് അവർക്ക് നല്ല അധ്യാപകരാകാൻ പറ്റുമായിരിക്കാം. കേട്ടറ്റ് പാസ്സായതുകൊണ്ട് മാത്രം അവർ നല്ല അധ്യാപകരാവുന്നു, കേട്ടറ്റ് ഇല്ലാത്തവർ മോശ അധ്യാപകരാവുന്നു എന്നുള്ള പ്ലെയിൻ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ഇത്രയും കാലത്തെ സർവീസുള്ള അധ്യാപകർക്ക് പുതിയ പുതിയ ബോധന മാർഗങ്ങൾ എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുണ്ടായ നൂതനമായ ആശയങ്ങൾ എന്തൊക്കെയാണ്? ബോധന സങ്കേതങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ തന്ത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യശ്രവ്യ ഉപകരണങ്ങളുടെ പ്രയോഗത്തിലും വന്ന മാറ്റം എന്താണ്? അതുപോലെ നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള അധ്യാപകർ അവരുടെ TTCയോ BEd ഒക്കെ പഠിച്ചത് 1980-ലോ 85-ലോ ഒക്കെ ആയിരിക്കും. അപ്പൊ 80-ലോ 85-ലോ ഇല്ലാത്ത പല നിയമങ്ങളും പല സൈക്കോളജിക്കൽ തിയറീസും ഇപ്പൊ ഉണ്ട്. ഇപ്പൊ 80-ൽ പഠിച്ച ഒരു അധ്യാപകന് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയില്ല. കാരണം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം വരുന്നത് 1995-ലാണ് ഡാനിയൽ ഗോൾമാന്റെ. അതേപോലെ 80-ല് TTCയോ BEdോ പാസ്സായ ഒരു അധ്യാപകന് ഹോവാർഡ് ഗാർഡ്നർ എഴുതിയ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്താണെന്ന് അറിയില്ല. ഫ്രെയിംസ് ഓഫ് മൈൻഡ് പബ്ലിഷ് ചെയ്യുന്നത് 1985-ലാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ച്വറി, അത് എഴുതുന്നത് 1999-ലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച BEdലോ TTCക്കോ ഈ കാര്യങ്ങള് പുതിയ പുതിയ സങ്കേതങ്ങളോ നൂതനമായ മാർഗങ്ങളോ അന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാ അധ്യാപകരും അറിയേണ്ടതുണ്ട്. ഇനി ഇതറിയാൻ കേട്ടറ്റ് യോഗ്യത പാസ്സാവുക എന്നുള്ളതാണോ, അത് മാത്രമാണോ ഒരു പോംവഴി എന്ന് ചോദിച്ചാൽ അല്ല, വേറെയും പോംവഴികളുണ്ട് എന്ന് ഞാൻ പറയും. അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ മാനുഷിക പരിഗണന വെച്ച് ഇവരെ കേട്ടറ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കിയാൽ വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യും. ഇക്കാര്യം ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ വ്യക്തമാക്കി കഴിഞ്ഞു. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അവരാണല്ലോ ഇന്ത്യയില് അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്, അല്ലേ? ആണ്. അപ്പോ അത് NCT പറഞ്ഞു,
നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഈ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല എന്ന് NCTE വ്യക്തമായി കഴിഞ്ഞു. ഇനി കേസ് കോടതിയുടെ മുമ്പാകെ, ലാർജർ ബെഞ്ചിന്റെ മുമ്പാകെ കേസ് വരുമ്പോൾ, റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ NCTE ഇതേ കാര്യമായിരിക്കും കോടതിയിൽ പറയുക. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വി ആർ നോട്ട് ഗോയിങ് ഫോർ എനി കൈൻഡ് ഓഫ് ലെജിസ്ലേഷൻ. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി കേസ് വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതേ കാര്യമായിരിക്കും കോടതിയിൽ പറയുക. പിന്നെ കോടതി സ്വന്തം നിലക്ക് സ്വമേധയാ പുറപ്പെടുവിപ്പിച്ച ഉത്തരവുമാണ്. അപ്പൊ കോടതിയുടെ മുമ്പാകെ അവർക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ സ്റ്റേറ്റിന് അനുകൂലമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവിടെ പരിഗണനയ്ക്ക് വേണ്ടത്ര പരിഗണന കിട്ടുകയും ചെയ്യില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 1 വിധി അപ്ഹോൾഡ് ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, മാത്രവുമല്ല പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന ആശയം നിറവേറ്റാൻ അത് വിലങ്ങുതടിയാവുകയും ചെയ്യും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനാൽ ഇളവ് നൽകിക്കൊണ്ട് നിയമനിർമ്മാണം സാധ്യമല്ലെന്നാണ് കേന്ദ്ര നിലപാട്. അത് ഞാൻ പറഞ്ഞു. പകരം വിവിധ സംസ്ഥാന സർക്കാരുകളും അധ്യാപക സംഘടനകളും നൽകിയ കേസിൽ അനുകൂല നിലപാടെടുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നോക്കൂ, പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്നത് എന്ന് പറയുന്നത് വെറുതെ പറയുന്ന കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ഫോർ എനി കൈൻഡ് ഓഫ് ലെജിസ്ലേഷൻ വിച്ച് പ്രൊവൈഡ്സ് എനി കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഇൻ ദി സുപ്രീം കോർട്ട് റൂൾ. ഓക്കെ, അതേപോലെ തന്നെ NCTE അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ ഇമ്പോർട്ടൻസും ഇല്ല. ഇനി എന്നാൽ ഈ പറയുന്നതിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താ വൈരുദ്ധ്യം? കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകണം, അത് അവരുടെ അവകാശമാണ്. എന്നാൽ അത് പകർന്നു കൊടുക്കേണ്ട അധ്യാപകർക്ക് യോഗ്യതയിൽ ഇളവ് നൽകുകയും വേണം എന്ന വാദം നിലനിൽക്കുന്നതല്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ പിന്നെ സുപ്രീം കോടതിയിൽ ഉയരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ള മഹത്തായ ഒരു നിയമം പാസാക്കിയ RTE ആക്ട്, അതായത് 2009 അത് പാസാക്കിയ അതേ ഗവൺമെന്റ് തന്നെ പറയുന്നു അധ്യാപകർക്ക് ഇളവ് നൽകുകയും വേണം. ഇങ്ങനെ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന് കോടതി ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു ഉത്തരവും ഉണ്ടാവില്ല. അപ്പോൾ അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന വാദം മുന്നോട്ട് വെക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ സുപ്രീം കോടതിയുടെ തീർപ്പ് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള പോംവഴി. അതായത് ഇനി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇതിൽ റിലാക്സേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല. പിന്നെയുള്ള ആകെ സ്കോപ്പ് എന്താണ്? സർക്കാർ, കോടതി എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് എന്ന്. അതായത് പല അധ്യാപകരും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അവരുടെ ജോബ് പ്രൊട്ടക്ഷനാണ്, തൊഴിൽ സംവരണമാണ്, അല്ലെങ്കിൽ തൊഴിൽ സംരക്ഷണമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ അവിടെ ഉന്നയിക്കുന്നത് വെദർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ or protection of job, which is more important in an emerging society. അതായത് ഉയർന്നു വരുന്ന ഒരു സൊസൈറ്റിയിൽ ഏതിനാണ് നാം ഊന്നൽ കൊടുക്കേണ്ടത്? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥി സമൂഹത്തെ വരിക എന്ന വിശാല ലക്ഷ്യത്തിനാണോ, അതോ അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന കാര്യത്തിനാണോ? ഈ രണ്ടും ഒരേ ത്രാസിൽ തൂക്കിയാൽ എന്തായാലും കുട്ടികളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിന് തന്നെയായിരിക്കും സുപ്രീം കോടതി കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നതിൽ നോക്കാം നമുക്ക്. ഇനി ഇതിനുള്ള
പല പ്രതിവിധികളായിട്ട് പല സംസ്ഥാന സർക്കാരുകളും മുന്നോട്ട് വെക്കുന്നത്. കേരള സർക്കാരും അത് തന്നെയാണ് പറയുന്നത്. ഒന്നുകിൽ നിലവിലെ അധ്യാപകർക്ക് റിഫ്രഷർ കോഴ്സുകൾ, അല്ലെങ്കിൽ ബ്രിഡ്ജ് കോഴ്സുകൾ, അല്ലെങ്കിൽ ഇൻ സർവീസ് കോഴ്സുകൾ, ഇതൊക്കെ നടത്തി അധ്യാപകർക്ക് നൂതനമായ അല്ലെങ്കിൽ കേട്ടതിന് തത്തുല്യമായ അറിവ് പകർന്നു നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കാവുന്നതാണ്. കേരള സർക്കാർ മുന്നോട്ട് വെച്ചൊരു വാദം അതാണ്. ഈ കേട്ടിട്ടില്ലാത്ത അധ്യാപകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അധ്യാപകരുടെ ഷോർട്ടേജ് ഉണ്ടാവും. അത് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കും. മാത്രവുമല്ല, തമിഴ്നാട് മുന്നോട്ട് വെച്ചൊരു വാദം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ അറിയില്ലെങ്കിൽ കേട്ടോളൂ. There will be classrooms without teachers. ഇതാണ് തമിഴ്നാട് മുന്നോട്ട് വെച്ച വാദത്തിലെ ഒരു വാക്ക്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. കോടതി പറയുന്ന ഈ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ then what would be happen? There will be classes. Of course, ക്ലാസ് മുറികൾ ഉണ്ടാവും, 4 ചുമരുകൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവും. ബട്ട് ക്ലാസ് റൂംസ് വിത്തൗട്ട് ടീച്ചേഴ്സ് എന്നൊരവസ്ഥയിലേക്ക് പോകും. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാഫ് അധ്യാപക തസ്തികകളുടെ കുറവ് അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പക്ഷെ എങ്കിലും കേരളം കുറെ കൂടി പുരോഗമനപരമായി പറയുന്നത് ഈ തൊഴിൽ സംരക്ഷണം എന്നത് നമ്മൾ നോക്കുകയും വേണം. ഒപ്പം അധ്യാപകരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒന്നുകിൽ നമുക്ക് അപ് ടു ഡേറ്റ് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിഫ്രഷർ കോഴ്സുകൾ കൊടുക്കാം, ഓർ ബ്രിഡ്ജ് കോഴ്സുകൾ അധ്യാപകർക്ക് നൽകാം. അതല്ലെങ്കിൽ ഇൻ സർവീസ് കോഴ്സുകൾ തന്നെ തുടങ്ങാം. ഇപ്പൊ തന്നെ കൈറ്റിന്റെ പല കോഴ്സുകളും ഉണ്ട്. പ്രശിക്ഷ മാധുരി, ഇങ്ങനെയുള്ള കുറെ കോഴ്സുകളൊക്കെ ഉണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട്. പിന്നെ SCERTയുടെ വക തീവ്ര പരിശീലനം, ഡയറ്റിന്റെ വകയുള്ള തീവ്ര പരിശീലനം, ഇതൊക്കെ നൽകിക്കൊണ്ട് അധ്യാപകരുടെ ഗുണമേന്മ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും എന്നൊരു അഷുറൻസ് കേരള ഗവൺമെന്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി എത്രത്തോളം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. കേരളത്തിലെ സ്ഥിതി 2024-25 കണക്ക് അനുസരിച്ച് പ്രൈമറി സെക്കൻഡറി തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിലല്ല, ഹയർ സെക്കൻഡറി തലത്തിൽ ടെറ്റ് ബാധകമല്ല. ഓക്കെ, നമ്മൾ സെറ്റിനെ കുറിച്ചല്ല പറയുന്നത്, കേട്ടറ്റിനെ കുറിച്ചാണ്. സെക്കൻഡറി തലം വരെയുള്ള അധ്യാപകരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് 1, 2, 3, 4 പ്രൈമറി ക്ലാസ്, 5, 6, 7 അപ്പർ പ്രൈമറി ക്ലാസ്, 8, 9, 10 സെക്കൻഡറി ക്ലാസ്, 11, 12 ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല, 10ാം ക്ലാസ് വരെയുള്ള കാര്യത്തെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പൊ കേരളത്തില് പ്രൈമറി സെക്കൻഡറി, പ്രൈമറി തന്നെ LP അതേപോലെ UP. സോ LP UP സെക്കൻഡറി തലത്തിൽ ഇപ്പോൾ 1,60,60,000 അധ്യാപകരുണ്ട്. ഇതിൽ 95,000 അധ്യാപകർക്ക് മാത്രമേ കേട്ടറ്റ് യോഗ്യതയുള്ളൂ. അപ്പൊ നിലവിലുള്ള അധ്യാപകർക്ക് കൂടി ഈ യോഗ്യത നേടിയെടുക്കാൻ കേരളം കഴിഞ്ഞ 2 വർഷമായി സ്പെഷ്യൽ കാറ്ററ്റ് പരീക്ഷ നടത്തി വരികയാണ്. കേരളം ഒരു റിവ്യൂ പെറ്റീഷൻസ് കേരളം നൽകിയിട്ടുണ്ടെങ്കിലും കേരളം 2 കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഒരേ സമയം കോടതിയിൽ പോകുന്നുണ്ട്, അതോടൊപ്പം നിലവിലെ അധ്യാപകർക്ക് കാറ്ററ്റ് യോഗ്യത നേടിയെടുക്കാനുള്ള അവസരം കൂടി നൽകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ കാറ്ററ്റ് എന്ന് പറയുന്ന കാറ്ററ്റ് പരീക്ഷ കേരളം നടത്തുന്നുണ്ട്. അടുത്ത സ്പെഷ്യൽ കാറ്ററ്റ് 2026 ഫെബ്രുവരിയിൽ നടത്തും എന്നാണ് കേരള ഗവൺമെന്റ്, കേരള വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ പറഞ്ഞത്. പക്ഷെ അതിൽ മാറ്റം വരും എന്നുള്ള അറിയിപ്പുകൾ കൂടി, സൂചനകൾ കൂടി, ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സൂചനകൾ കൂടി വരുന്നുണ്ട്. എനിവേ, പിന്നീട് പല അധ്യാപകരും എന്നോട് നേരിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക്
സാധാരണ കേട്ടറ്റ്, അതായത് റെഗുലർ കേട്ടറ്റ് കൂടി എഴുതാമോ എന്ന്. അപ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റും എഴുതാം. പിന്നെ LP UP PSC പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടി പോകുന്ന സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോർമൽ കേട്ടറ്റ്, റെഗുലർ കേട്ടറ്റും എഴുതാവുന്നതാണ്. പക്ഷെ ഇതിലത്തെ ഒരു കാര്യം, ഈ നോർമൽ കേട്ടറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. സ്പെഷ്യൽ കേട്ടറ്റ് എന്ന് പറയുന്നത് താരതമ്യേന കുറച്ച് ഈസിയാണ്. ഇതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഉണ്ടായ ഒരനുഭവം. ഓക്കെ, ഇനി അപ്പൊ നിലവിലുള്ള അധ്യാപകർക്ക് വേണ്ടി ഈ യോഗ്യത നേടിയെടുക്കാൻ കഴിഞ്ഞ 2 വർഷമായി സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ കൂടി നടത്തി വരികയാണ്. പക്ഷെ ഇവിടെ വേറെ പ്രോബ്ലം ഉണ്ട്. അടുത്ത കേട്ടറ്റ് പരീക്ഷ 2026 ഫെബ്രുവരിയിൽ നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പും പരീക്ഷാ ഭവനും വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, 2009 നിയമം വന്നിട്ട് കൂടി 2012 ഓഗസ്റ്റ് 4 മുതൽ കേരളം ആദ്യമായി കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. നിയമം 2009 വന്നെങ്കിലും പരീക്ഷ നടത്തുന്നത്, ടെറ്റ് പരീക്ഷ നടത്തുന്നത് 2012 സാധാരണയായിട്ട് 3 പരീക്ഷ കേട്ടറ്റ് പരീക്ഷ എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 3 കേട്ടറ്റ് പരീക്ഷ എന്നാണ് ആദ്യം 2012 തുടങ്ങിയതെങ്കിലും 13-14 വർഷത്തോടു കൂടിയിട്ടാണ് അത് റെഗുലറായിട്ട് 2013-14 കൂടിയിട്ടാണ് റെഗുലറായി നടത്തുന്നത്. അപ്പോ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു വർഷത്തിൽ 3 പരീക്ഷയൊക്കെ ഉണ്ടായി. പിന്നീട് അത് കോവിഡിന്റെ സമയം ആയതോടുകൂടി 2019-20 ആവുമ്പോഴേക്ക് വെറും 2 പരീക്ഷയായി. എന്നാൽ വളരെ വിസ്മയകരം, ഒപ്പം ഖേദകരം എന്ന് പറയട്ടെ, 2025 നമ്മൾ നടത്തിയത് ആകെ 1 കേട്ടറ്റ് പരീക്ഷയാണ്. അതിന്റെ തന്നെ റിസൾട്ട് വന്നിട്ടുമില്ല. സോ കേരളം ഈ രംഗത്ത് ചെയ്തു വരുന്ന അധ്യാപക സമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും ചെയ്തു വരുന്ന ഒരു ചെറിയ തരത്തിലുള്ള അന്യായത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 3 കേട്ടറ്റ് പരീക്ഷകൾ വർഷാവർഷം എന്ന ആദ്യകാല നിലപാടിൽ നിന്ന് മാറി മെല്ലെ മെല്ലെ അത് 2 ഈ 2 തന്നെ സമയത്ത് നടത്തുന്നില്ല. പിന്നെ ഈ അവസാനം വന്നത് കോവിഡിന് ശേഷം പല മാറ്റങ്ങളുണ്ടായി. ഈ 2025 ആകെ നടന്നത് 1 റെഗുലർ കേട്ടറ്റും 1 സ്പെഷ്യൽ കേട്ടറ്റുമാണ്. 2ന്റെയും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. റിസൾട്ട് വരാത്തിടത്തോളം നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് പറയാനും പറ്റില്ല. സോ സാധാരണയായി വർഷത്തിൽ 2 പ്രാവശ്യം നടത്തി വരാറുള്ള ഈ പരീക്ഷ പലപ്പോഴും 1 വർഷം മാത്രമോ അത് തന്നെ സമയക്രമം പാലിക്കാതെയാണ് നടത്തി വരുന്നത്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ഫാക്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഇനി 2025 1 റെഗുലർ കേട്ടറ്റും 1 സ്പെഷ്യൽ കേട്ടറ്റും മാത്രമേ നടത്തിയിട്ടുള്ളൂ. നിലവിലെ അധ്യാപകർക്ക് പരീക്ഷാഭവൻ സാധാരണയായി വർഷാവർഷം 1-2 പ്രാവശ്യം നടത്തി വരുന്ന റെഗുലർ കേട്ടറ്റ് പരീക്ഷ കൂടി എഴുതാവുന്നതാണ്. ഞാൻ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറയാൻ കാരണം എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പൊ നിലവിലെ അധ്യാപകർക്ക് അവർക്ക് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ എഴുതാം, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന റെഗുലർ കേട്ടറ്റ് പരീക്ഷ 2 എഴുതാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, റെഗുലർ കേട്ടറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് as compared to സ്പെഷ്യൽ കേട്ടറ്റ് വിച്ച് ഈസ് സംവാട്ട് ഈസിയർ. പിന്നെ 150 മാർക്കുള്ള ഈ പരീക്ഷയിൽ 60% മാർക്ക്, അതായത് 90 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാം. അത് തന്നെ SC ST OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ 60% മാർക്ക്, അതായത് 90 മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാവാം. SC STക്ക് 55% മാർക്ക് മതി. SC ST OBCക്ക് 55% മാർക്ക് മതി. അതായത് ഇറ്റ് കംസ് അറൌണ്ട് 82 മാർക്സ്. അപ്പൊ ജനറൽ കാറ്റഗറിയിലെ ആൾക്ക് 60%, മറ്റുള്ളവർക്ക് SC ST OBCക്കാർക്ക് 55%.
അതായത് യഥാക്രമം 90 മാർക്കും 82 മാർക്കും നേടിയാൽ ഈ പരീക്ഷ പാസ്സാവാവുന്നതാണ്. മാത്രവുമല്ല ഇതിന് നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളതും നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ശരി. ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. മതി എന്നുള്ളതിന് ശേഷം ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു മത്സര പരീക്ഷയാണെങ്കിൽ നമുക്ക് പാസ്സാവുന്നതിൽ ഒരു സാമൂഹ്യ നീതിയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ST OBCക്ക് മാർക്കിളവ് അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ സർവീസിലുള്ള ഒരു അധ്യാപകർക്ക് ഇങ്ങനെ മാർക്കിളവ് നൽകുക എന്നുള്ളത് ഒരു ശരിയായ ഒരു വീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടത്. ജനറൽ കാറ്റഗറി ആവട്ടെ, SC ആവട്ടെ, ST ആവട്ടെ, OBC ആവട്ടെ, എല്ലാവരും 60% മാർക്ക് വാങ്ങി പാസ്സാവുമ്പോൾ മാത്രമേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് എയിം കുറെ കൂടി നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യം. ഇനി നമുക്ക് സിലബസ് എന്താണ് എന്ന് പരിചയപ്പെടാം. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് പരിചയപ്പെടാം. ഒന്ന്, കാറ്റഗറി 1-ലാണെങ്കിൽ നമുക്കറിയാം 150 ചോദ്യം, 150 മാർക്ക്, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്. ഈ കാറ്റഗറി 1 എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, LP ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ LP ടീച്ചേഴ്സിന്റെ ആകെയുള്ള 150 മാർക്കില് ശിശുവികാസവും ബോധനശാസ്ത്രവും, ചൈൽഡ് സൈക്കോളജി എന്ന് വെച്ചാൽ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശിശു മനഃശാസ്ത്രം, പിന്നെ ടീച്ചിങ് ടെക്നിക്സ് അല്ലെങ്കിൽ പെഡഗോജി, ബോധനശാസ്ത്രം 30 ചോദ്യം ഉണ്ടാവും, 30 മാർക്കും ഉണ്ടാവും. പിന്നെ മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്, ഗണിതം 30 മാർക്ക്, പിന്നെ EVS പരിസര പഠനം 30 മാർക്ക്. ആകെ 150 ചോദ്യങ്ങൾ, 150 മാർക്ക്. ഇനി നിങ്ങൾ ഇതിൽ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ 10, 20, 25 വർഷം സർവീസുള്ള, 10 അല്ല 20, 25, ചിലപ്പോൾ 30 വർഷം സർവീസുള്ള അധ്യാപകരായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിത്യേന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് മലയാളവും ഇംഗ്ലീഷും ഗണിതവും പരിസര പഠനവും ഒക്കെ. കാരണം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ നമുക്കറിയാം ഉദ്ഗ്രഥിത പാഠപുസ്തകങ്ങളാണ്. 7ാം ക്ലാസ് വരെ എല്ലാ അധ്യാപകരും എല്ലാ വിഷയവും പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ മലയാളവും ഇംഗ്ലീഷും ഗണിതവും പരിസര പഠനവും ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതി പാസ്സാവുന്നതാണ്. ബട്ട് ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി, ഈ ചൈൽഡ് സൈക്കോളജിയിലും പെഡഗോജിയിലും ധാരാളം മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മേഖലയായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഞാൻ നിങ്ങളോട് ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഒരുപാട് പേര് കൂട്ടത്തോടെ കേട്ട TN ടെറ്റ് എഴുതി എന്ന് പറഞ്ഞില്ലേ ഒരാഴ്ച മുമ്പ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ വായിച്ച വാർത്തയാണത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് ഈ എല്ലാവരും പരീക്ഷ എഴുതി, ബട്ട് സൈക്കോളജി വാസ് ഡൗണ്ടിങ് എന്നാണ്. അതായത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? 2000-ലാണെന്ന് വെച്ചോ. അപ്പൊ 2000-ലെ പിന്നെ പഠിച്ചത് 2000-ലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. 2005-ലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് അറിയില്ല. 2007-ലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. കേരള കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് 2013-ലെ കേരള കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നില്ല. 2023-ലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നില്ല. 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിക്കുന്നില്ല. ഓക്കെ, അപ്പൊ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച്, ഇതൊന്നും നിങ്ങൾ പഠിക്കുന്ന സമയത്തില്ലാത്ത കാര്യമാണ്.
മാത്രവുമല്ല, നിങ്ങൾ എപ്പോഴാണോ B.Ed പാസ്സായത്, TTC പാസ്സായത്, അന്ന് മടക്കി പൂട്ടി വെച്ച പുസ്തകമാണ് സൈക്കോളജിയുടേത്. അതിനുശേഷം തുറന്നിട്ടില്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ നിത്യേന കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കുകയും ചെയ്യും. സോ in my opinion, this will be somewhat easier for you, whereas psychology will be something difficult for you in the coming examination. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ആകെയുള്ളൊരു വിലയിരുത്തൽ. ഇനി അത് കഴിഞ്ഞ് കാറ്റഗറി 2 ഓക്കെ, 5, 6, 7. ഈ 5, 6, 7 ക്ലാസ്സിൽ വരുന്നത് ഇത്രയുള്ളൂ. ശിശുവികാസവും ബോധനശാസ്ത്രവും തന്നെയാണ്. പക്ഷെ നേരത്തെ 6 മുതൽ 11 വയസ്സ് വരെയാണെങ്കിൽ ഇത് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ്, അതിനെക്കുറിച്ചാണ്. പിന്നെ പഠിപ്പിക്കുന്നതിന്റെ ശാസ്ത്രത്തെ കുറിച്ചാണ് ബോധനശാസ്ത്രം അഥവാ പെഡഗോഗി എന്ന് പറയുന്നത്. അവിടെ 30 ചോദ്യങ്ങൾ. ബാക്കി നിങ്ങൾക്ക് 1ാം ഭാഷയായിട്ട് ഒരു ഭാഷ എടുക്കാം. പിന്നെ ഏത് ഭാഷയാണോ 1ാം ഭാഷയായി എടുത്തത് അത് കൂടാതെ മറ്റൊരു ഭാഷ 2ാം ഭാഷയായിട്ട് എടുക്കണം. ഇപ്പൊ 1ാം ഭാഷ മലയാളമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എടുക്കാവുന്നത് തമിഴ്, കന്നഡയൊക്കെ എടുക്കാം. പക്ഷെ സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോ ശിശുവികാസവും ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി 30 മാർക്ക്. ഫസ്റ്റ് ലാംഗ്വേജ് ബേബി മലയാളം ഓർ ഇറ്റ് ക്യാൻ ബി ഇംഗ്ലീഷ് 30 മാർക്ക്. 2ാം ഭാഷ 1ാം ഭാഷ അല്ലാത്ത മറ്റൊരു ഭാഷ. 1ാം ഭാഷ മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് എടുക്കാം. 1ാം ഭാഷ ഇംഗ്ലീഷ് ആയിട്ടാണ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ മലയാളം എടുക്കാം. അത് കഴിഞ്ഞ് ഗണിതമോ ശാസ്ത്രമോ സാമൂഹ്യ ശാസ്ത്രമോ ഏതാണ് നിങ്ങൾ പഠിച്ച വിഷയം അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ +2 പഠിച്ച വിഷയം ഉണ്ടാവുമല്ലോ. അത് ഗണിതമാണെങ്കിൽ ഗണിതം ഓപ്റ്റ് ചെയ്യുക, സാമൂഹ്യ ശാസ്ത്രമാണെങ്കിൽ അത്, അല്ല സയൻസ് ആണെങ്കിൽ അത്. ആ വിഷയത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങളാണ് 60 മാർക്കിന്റെ ചോദ്യം. ഒപ്പം വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം മാത്രമായിരിക്കില്ല, ആ വിഷയം എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ പ്രായോഗികമായി പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പെഡഗോജിക്കൽ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇപ്പം ന്യൂട്ടന്റെ 3ാം ചലന നിയമം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം എന്ത്? താഴെ പറയുന്നവയിൽ എന്ന് പറയുന്നത് സയൻസ് അല്ലാതെ, മറിച്ച് സയൻസ് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം റിലേറ്റഡ് ടു സബ്ജക്റ്റ്. അത് 60 മാർക്ക്. അങ്ങനെ 150 മാർക്ക്. 150 ചോദ്യം, 150 മാർക്ക്. ഇനി കാറ്റഗറി 3 ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവർ ചോദ്യം 40 മാർക്കിന്റെ ചോദ്യം അഡോളസെന്റ് സൈക്കോളജി, പെഡഗോജി, പിന്നെ ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. അഡോളസെന്റ് സൈക്കോളജി, പെഡഗോജി, ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി കുറെ കൂടെ ഹയർ ലെവലിലുള്ളതാണ്. 8, 9, 10 ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. 40 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് ഇതിലേതെങ്കിലും ഒരു ഭാഷകൾക്ക് എടുക്കാം. സൗകര്യമുള്ളതുപോലെ നമുക്ക് മലയാളം എടുക്കാം. 30 മാർക്ക്. അപ്പൊ 40, 30, 70 കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വിഷയമുള്ളൂ. ഏതാണോ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച വിഷയം അല്ലെ, ഹൈസ്കൂൾ ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം. ഖാദർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ 1ാം ക്ലാസ് പഠിപ്പിക്കാൻ തന്നെ ഡിഗ്രി വേണം എന്നാണ് ഖാദർ കമ്മിറ്റി ശുപാർശ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് 1ാം ക്ലാസ് പഠിപ്പിക്കാൻ +2 TTC മതി. അതവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഡിഗ്രിക്ക് ഏതാണോ ഐച്ഛിക വിഷയമായി എടുത്തത് ആ ഐച്ഛിക വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മാത്സ് ആണെങ്കിൽ BSc മാത്സ് ആണെങ്കിൽ മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്ലസ് മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ടീച്ചിങ് ടെക്നിക്സ്, ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ്,
അതിനുപയോഗിക്കാവുന്ന ടീച്ചിങ് എയ്ഡുകൾ, അതിനുപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകൾ, ഇതൊക്കെ. അപ്പം മാത്സോ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അതല്ലെങ്കിൽ സോഷ്യൽ സയൻസോ ജോഗ്രഫിയോ ഹിസ്റ്ററിയോ ഏതാണോ നിങ്ങളുടെ ഐച്ഛിക വിഷയം, ആ ഐച്ഛിക വിഷയത്തെക്കുറിച്ചുള്ള കോർ വിഷയത്തിലുള്ള നോളജ് പ്ലസ് ആ വിഷയം എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പെഡഗോജിക്കൽ നോളജ്, ഇതൊക്കെ ആയിരിക്കും 80 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ 150 ചോദ്യം, 150 മാർക്ക്. ഇതാണ് 4 കാറ്റഗറി 3യുടെ കാര്യങ്ങൾ. ഇനി കാറ്റഗറി 4 ഉണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ഭാഷാധ്യാപകരെയാണ്. അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി പോലുള്ള ഭാഷാധ്യാപകരെ. മലയാളവും ഇംഗ്ലീഷും അല്ല, അറബി, സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദി തുടങ്ങിയ ഭാഷാധ്യാപകരെയും പിന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സ്, ക്രാഫ്റ്റ്, SUPW, അതേപോലെ തന്നെ മാസ് ഫിസിക്കൽ ട്രെയിനിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, യോഗ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിസിക്കൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി 4. അതിൽ ശിശുവികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 30 മാർക്ക്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഏതും ഒരു ഭാഷ 30 മാർക്ക്. പിന്നെ ഏതാണോ നിങ്ങളുടെ വിഷയം, അറബി ആണെങ്കിൽ അറബി, സംസ്കൃത് ആണെങ്കിൽ അത്, ഹിന്ദി ആണെങ്കിൽ അത്, പിന്നെ തമിഴാണെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത്. ഇങ്ങനെ ഐച്ഛിക വിഷയത്തിൽ 80 മാർക്ക്. ഇത് പഠിപ്പിക്കാനുള്ള ടെക്നോളജി എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ്, അതൊക്കെ ബന്ധപ്പെട്ടതാണ് 80 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ 150 മാർക്ക്, 150 ചോദ്യങ്ങൾ. ഇതിൽ പാസ്സാവാൻ നിങ്ങൾക്ക് വേണ്ടത് 60% മാർക്ക്, അതായത് 90 മാർക്ക്. SC, ST, OBC ആണെങ്കിൽ 82 മാർക്ക്. നെഗറ്റീവ് മാർക്കില്ല. ഇതൊക്കെയാണ് കാറ്റഗറി 4ന്റെ പ്രത്യേകത. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, കാറ്റഗറി 4ന്റെ എല്ലാ കാറ്റഗറിയുടെയും പ്രത്യേകത. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എത്ര കാറ്ററ്റ് പരീക്ഷ ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഇതാണ് ഇത് നവംബർ കഴിഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ്. ഡിസംബറും കഴിഞ്ഞു. പിന്നെ ഫെബ്രുവരിയിൽ നടത്തും എന്ന് പറയപ്പെടുന്ന സ്പെഷ്യൽ കാറ്ററ്റ് പരീക്ഷ ഫെബ്രുവരിയിൽ നടത്തുമോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ 2026 നമുക്ക് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത് 1 പരീക്ഷയാണ്. അതായത് ഒരേ ഒരു പരീക്ഷ. ഇഫ് യു ലോജിക്കലി എക്സാമിൻ തിങ്, then you will come to know that there will be only one question. മാത്രമല്ല 2026 നിയമസഭാ ഇലക്ഷൻ മെയ്യിൽ നടക്കാൻ വേണ്ടി പോവാണ്, ഏപ്രിൽ മെയ്യിൽ നടക്കാൻ വേണ്ടി പോവാണ്. So considering all those things, then it stands for only one catet exam. ഒന്നുകിൽ ഒരു റെഗുലർ കാറ്ററ്റ്, ഒരു സ്പെഷ്യൽ കാറ്ററ്റ്, അതായത് 2 കാറ്ററ്റുകൾക്ക് കിട്ടിയെന്ന് വരാം. ഓക്കെ. പിന്നെ 2027 സെപ്റ്റംബർ 1 മുമ്പാകെ റിസൾട്ട് വരണമെങ്കിൽ 2027 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു കാറ്ററ്റാണ്. സ്പെഷ്യൽ കാറ്ററ്റ് നടത്തിയാൽ 1, പിന്നെ ഒരു റെഗുലർ കാറ്ററ്റും, ഇങ്ങനെ 2. അപ്പോ ഐദർ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ റേഞ്ച് ഓഫ് 2 to 3 കാറ്ററ്റ്. ആകെ നിങ്ങളുടെ മുന്നിലുള്ളത് 1.25 വർഷവും പിന്നെ 2 or 3 മാക്സിമം പോയാൽ 4 പോകുന്ന എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പം 2 or 3 കാറ്ററ്റും 1.25 വർഷവുമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് വിചാരിച്ച് നിങ്ങൾ അമാന്തം കാണിക്കരുത്. ഇപ്പം തന്നെ പഠിക്കുക, ഇപ്പം തന്നെ. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കാരണം നിങ്ങൾ അധ്യാപക സമ്പത്ത്, വിഭവ സമ്പത്തുള്ള ആളാണ്. ഓൾറെഡി നിങ്ങൾക്ക് യു ഹാവ് നോളജ്, അഡക്വേറ്റ് നോളജ് അബൌട്ട് യുവർ സബ്ജക്ട്. ദെൻ ദ ഓൺലി തിങ് ഈസ് ദാറ്റ് സൈക്കോളജി that feels something difficult. And of course, we prep scale are here
to equip you with psychology, modern trends in psychology. And I'm quite sure that if you join PrepScale here, that your future is bright. So, I'm Dr. V. Baleshwaran, signing off today. See you again in our class. Until then, goodbye.